ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഒരു ചെറിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. നിങ്ങൾ ഏതായാലും അൺബോക്സ് ചെയ്യുന്നതൊന്ന് കണ്ടിട്ടാ. ഇതാണ് നമ്മുടെ പാക്കേജ്. നമുക്കിതിന് തുറന്നു നോക്കാം. പാക്കേജിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മൈക്ക്. ഗ്രനാറോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ S30 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ബോക്സിൻ്റെ ഉള്ളിൽ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഈ മൈക്കിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും പിന്നെ ഒരു അഡാപ്റ്ററും തന്നിട്ടുണ്ട്. ഈവൻ ദോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക് ആണെങ്കിലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിസീവർ. ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യണത്. ആൻഡ് ഈ സാധനമാണ് നമ്മുടെ മൈക്ക്. പിന്നെ ഇവിടെയാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. ഞാൻ മെയിനായിട്ട് എന്തിനാ ഈ മൈക്ക് വാങ്ങിയെന്ന് വെച്ചാൽ ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ലൈറ്റ്നിങ് ടു ടൈപ്പ് സി അഡാപ്റ്ററാണ്. എൻ്റെ ഐഫോൺ പഴയ ടൈപ്പ് ആയതുകൊണ്ട് ടൈപ്പ് സി ചാർജർ ഒന്നും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വേണമെന്ന് ഞാൻ അന്നേ ഉണ്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഇതായിട്ട് വാങ്ങാൻ എന്തോ മടിയായിരുന്നു. അപ്പോൾ ഈ മൈക്ക് കണ്ടു, ഇതിൻ്റെ 5 ഇത് ഫ്രീ കിട്ടണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കിടക്കട്ടെ എന്ന്. സോ ഇപ്പം നിങ്ങൾ കേൾക്കണ ഈ സൗണ്ട് എൻ്റെ ഐഫോണിൻ്റെ മൈക്കിൽ നിന്ന് വരുന്നതാ. ഞാനിനി ഇത് കണക്ട് ചെയ്തിട്ട് കേൾപ്പിച്ചു തരാം മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. സോ ഗൈസ്, ഇപ്പം നിങ്ങൾ കേൾക്കണത് ഈ മൈക്കിൽ നിന്ന് വരുന്ന ഓഡിയോ ആണ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുണ്ടാവും. ഇതിൽ വേറെയും കുറച്ച് 2-3 ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറിയ എക്കോ പോലെയൊക്കെ തോന്നുന്നില്ലേ? അത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അത് ഈ ബട്ടൺ 3 പ്രാവശ്യം ഞെക്കിക്കഴിഞ്ഞാൽ ആ ഫീച്ചർ വരും. ആൻഡ് 3 മോഡ്സ് ഓഫ് നോയിസ് ക്യാൻസലേഷനും ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറയും. ഇപ്പം കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും. പിന്നെ എൻ്റെ സൗണ്ടും കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ മാക്സ് നോയിസ് ക്യാൻസലേഷൻ ആയി. ഇതിലിപ്പോൾ എൻ്റെ സൗണ്ട് നല്ലോണം കുറച്ചുണ്ടാവും. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയിസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ കട്ടാവും. ഇപ്പോൾ നമ്മൾ ബാക്ക് ടു നോർമൽ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇങ്ങനത്തെ മൈക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ബാക്കിലോട്ടൊക്കെ പോയിട്ടാണെങ്കിലും സംസാരിച്ചാൽ ക്ലിയർ ആയിട്ട് ഇതിൽ വരും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ഓഡിയോ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഐഫോണിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറയാനാണെങ്കിൽ അത് സൗണ്ട് വേരി ചെയ്യും. ഇതാകുമ്പോൾ എപ്പോഴും ഒരു സിംഗിൾ ചാനലായിട്ട് തന്നെ കിട്ടും സൗണ്ട്. അതൊരു പ്ലസ്സാണ്. ഞാൻ ബാക്കിൽ പാട്ടും വെച്ചിട്ടുണ്ട്, ഫാനും ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള മോഡിലായുള്ളത്. ഞാൻ നോയിസ് ക്യാൻസലേഷൻ 1 ഇടാം. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ 1 മാറി. ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കേട്ടാൽ തിരിയായിരിക്കും. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ 2 ഇപ്പം കുറച്ചുകൂടി സൗണ്ട് കുറഞ്ഞ് നോയ്സൊക്കെ കട്ടായിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതൽ. ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി ഇട്ട് നോക്കാം. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ മോഡ് 3 ഇനി ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ടോ? അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ പൈസക്ക് നല്ല ക്വാളിറ്റിയും നല്ല പ്രൊഡക്റ്റും ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഇത് വാങ്ങിയത്. വേറെയും കമ്പനിയുടെ വേറെയും കുറേ മൈക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര നല്ല പെർഫോമൻസ് അല്ല എന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് ട്രൈ ചെയ്യാന്ന് വെച്ചത്. സോ ഔട്ട്ഡോഴ്സിൽ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് കേട്ടാൽ തിരിയും. ഇപ്പം ഞാൻ ഇവിടെ ടെറസിൽ വന്നിട്ടല്ല. ഇൻഡോഴ്സും ഔട്ട്ഡോഴ്സും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും സൗണ്ടിന്. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് പറയാൻ മാത്രം അങ്ങനെ നോയ്സ് ഒന്നും ഇല്ല. ബട്ട് ഇതവേ ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഏതായാലും ഓണാക്കി കാണിക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട്? ബെറ്റർ ആയോ? എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കണം. ഞാനിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ 3 ഇട്ടു. ഇപ്പം പിന്നെ കുറച്ചുകൂടി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വലിയ മേജറായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകാനും ചാൻസ് ഇല്ല. മൈനർ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. ഇപ്പം നടന്നുകൊണ്ട് ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഔട്ട് വരിക. പിന്നെ ഇവിടെ ഇപ്പം കാര്യമായിട്ട് പറയാൻ മാത്രം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ല. ഏകദേശം അവിടെ കുറച്ചാൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്കിപ്പോൾ വൃത്തി കേൾക്കണ്ടോയെന്ന് അറിയില്ല. ബട്ട് ഞാൻ പിന്നെ എന്താ ഈ മൈക്ക് കൺസിഡർ ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത് നല്ലൊരു ചോയ്സ് ആണ്. പിന്നെ കുറച്ച് നല്ല അടിപൊളി സൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഒരു 4000 5000 ഒരു ഈ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ യൂസ് ചെയ്യണ കാണാറില്ലേ, ഒരു റൗണ്ട് മൈക്ക്, അതിൻ്റെ ഒരു ചെറിയ വേർഷൻ. സോ അതൊക്കെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു മൈക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. അതായത് ഈ പൈസക്ക് ഇത് ആക്ച്വലി വർത്തിട്ടാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.